See, now we are moving to reversible process. അപ്പോൾ എന്താണ് ഈ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്? എന്താണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് that can be reversed without leaving any trace in the surroundings. Okay. ഇതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ള റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സി, നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ് എ ആൻഡ് ബി. അപ്പോൾ ഒരു പ്രോസസ്സ് takes place from A to B and it can return to B. Okay. അപ്പോൾ ഈ എയിന്ന് ഒരു പ്രോസസ്സ് വഴി ബിയിലേക്ക് ചെന്ന് ബിന്ന് എയിലേക്ക് ഇത് റിട്ടേൺ ചെയ്യാം, പ്രൊവൈഡഡ് ഇറ്റ് ഡസ് നോട്ട് ലീവ് എനി ട്രേസ് ഇൻ ദ സറൗണ്ടിങ്സിലും ആ സിസ്റ്റത്തിലും യാതൊരു ചേഞ്ചും വരാതെ അത് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ അതിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും. സി, ഇത് പോസിബിൾ ആകണമെങ്കിൽ നെറ്റ് ഹീറ്റ് ആൻഡ് നെറ്റ് വർക്ക് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ the system and the surroundings is zero for the combined process. Okay. അതായത് ഇപ്പോൾ എയിന്ന് ബിയിലേക്ക് പോകുമ്പോൾ സപ്പോസ് ഇറ്റ് റിജക്ട്സ് ഹീറ്റ്, ക്യൂ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സറൗണ്ടിങ്സ് അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പോൾ ഈ ബിന്ന് എയിലേക്ക് പോകുമ്പോൾ തിരിച്ച് അത്രയും ഹീറ്റ് തന്നെ നിങ്ങൾ സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുവാണെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് നെറ്റ് ഹീറ്റ് ആൻഡ് നെറ്റ് വർക്ക് എക്സ്ചേഞ്ച് ഷുഡ് ബി സീറോ. അപ്പോൾ നെറ്റ് ഹീറ്റ് സീറോ ആയിരിക്കണം, നെറ്റ് വർക്ക് ഓൾസോ ഷുഡ് ബി സീറോ. So that means QAB plus WAB plus QBA plus WBA, this should be zero. That is combined heat and work exchange. ഇങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ സറൗണ്ടിങ്സിലും സിസ്റ്റത്തിലും യാതൊരു ട്രേസും ലീവ് ചെയ്യാതെ അതിന് പ്രോസസ്സിന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ലെറ്റ് us take an example. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു സോഡ ക്യാൻ, പെപ്സി ക്യാൻ. പെപ്സി ക്യാൻ, ഒരു തണുത്ത പെപ്സി ക്യാൻ അവിടെ വെക്കുവാണെങ്കിൽ, നമ്മൾ റൂമിലേക്ക് വെക്കുവാണെങ്കിൽ നമ്മൾ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് ആ പെപ്സി ക്യാനിലേക്ക് ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ക്യൂ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ പെപ്സി ക്യാൻ ഗ്രാജുവലി ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂടി സറൗണ്ടിങ്സ് ടെമ്പറേച്ചറിലേക്ക് എത്തും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ പെപ്സി ക്യാൻ്റെ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ഒരു ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റ് ആണ്. ഫൈനലി അതിൻ്റെ ടെമ്പറേച്ചർ കൂടി ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. യു ക്യാൻ കോൾ ഇറ്റ് എ ടു ബി, എന്ന് ബിയിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണോയെങ്കിൽ നമുക്കിത് റിവേഴ്സിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എന്ന് ബിയിലേക്ക് പോയേക്കുന്നത്, അതായത് ഇതൊരു എ എന്ന് പറയുന്ന ഒരു ലോ ടെമ്പറേച്ചർ ആയിരുന്നു, ബി എന്ന് പറയുന്ന ഒരു ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് ആണ്, അതിലേക്ക് പോകും. അത് റിവേഴ്സിബിൾ ആണെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ? ഓക്കെ. ഇത് നടക്കുന്ന സമയത്ത് ഇത് ക്യൂ ഇത്രയും ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്തു. ഓക്കെ. അപ്പോൾ ബിന്ന് എയിലേക്ക് ഇത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇത്രയും ഹീറ്റ് ഇത് റിജക്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ ക്യാനിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഹീറ്റ് റിജക്റ്റ് ചെയ്താൽ ഇത് വീണ്ടും തണുത്ത് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തും, അറ്റ്മോസ്ഫിയറിലേക്ക് അത്രയും ഹീറ്റ് തിരിച്ചു പോകും. അപ്പോൾ ഇത്രയും ഹീറ്റ് ഒരു ക്യാനിൽ നിന്ന് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അത് നോർമലി അത് സാധിക്കില്ല. നമുക്കതൊരു റെഫ്രിജറേറ്റർ വെച്ചിട്ട് മാത്രമേ സാധിക്കൂ. റെഫ്രിജറേറ്ററിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനെ തണുപ്പിക്കാൻ പറ്റും. അപ്പോൾ റെഫ്രിജറേറ്ററിൽ ചെയ്യുന്ന എന്താണ്, ഇത്രയും ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്തു, എന്നിട്ട് അപ്പോൾ ഈ റെഫ്രിജറേറ്ററിന് ഇത്ര വർക്ക് വേണം അത് പ്രവർത്തിക്കാൻ വേണ്ടി, എന്നിട്ട് ഈ ഹീറ്റ് റിജക്റ്റ് ചെയ്തു അറ്റ്മോസ്ഫിയറിലേക്ക്. ഈ ക്യൂ പ്ലസ് ഡബ്ല്യു ഇത് റിജക്റ്റ് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൊത്തം പ്രോസസ്സ് നോക്കുമ്പോഴത്തേക്കും ആദ്യം അറ്റ്മോസ്ഫിയറിൽ നിന്ന് ക്യൂ നിങ്ങൾ അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇതിനെ തിരിച്ച് ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ, ഇത് തണുപ്പിക്കണമെങ്കിൽ ഈ ക്യൂ അബ്സോർബ് ചെയ്തു, എന്നിട്ട് ഈ ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സറൗണ്ടിങ്സിൽ ആക്ച്വലി തുടക്കം ഈ ക്യൂ നിങ്ങൾ സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തു, പക്ഷേ തിരിച്ച് ആ സ്റ്റേറ്റിനെ പഴയ പോലെ എത്തിക്കാൻ വേണ്ടി എയിന്ന് ബിയിലേക്ക് പോയ സമയത്ത് ഇത് ഹീറ്റ് ഇത്രയും അബ്സോർബ് ചെയ്തു.
ഇത് തിരിച്ച് വീണ്ടും ആ സ്റ്റേറ്റിലേക്ക് വരാൻ നേരത്ത് ക്യൂ അല്ല റിജക്റ്റ് ചെയ്യുന്ന Q+W നിങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് ഒരു അറ്റ്മോസ്ഫിയറിൽ അതൊരു സറൗണ്ടിങ്സിൽ ഒരു പെർമനന്റ് ചേഞ്ച് വരുത്തുകയാണ്. ഇറ്റ് ലീവ്സ് എ ട്രേസ് ഇൻ ദ സറൗണ്ടിങ്സിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഹീറ്റ് വലിച്ചെടുത്തു, ഈ ഹീറ്റ് റിജക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഡബ്ല്യൂയും കൂടെ റിജക്ട് ചെയ്തു. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ലീവ്സ് എ ട്രേസ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ്ലി ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സ് അല്ല. നേച്ചറിൽ ആക്ച്വലി റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ടാവുന്നേ ഇല്ല. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഐഡിയൽ പ്രോസസ്സ്. ഏത് പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞതുള്ളൂ. ഇനി എന്തിനായിരിക്കും നമ്മൾ ഈ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് പഠിക്കുന്നതിൻ്റെ കാരണം? ഫസ്റ്റ് തിങ്, ഇത് അനലൈസ് ചെയ്യാൻ ഈസിയാണ്. ഇറ്റ്സ് ഈസി ടു അനലൈസ്. ദീസ് ആർ ഐഡിയലൈസ്ഡ് പ്രോസസ്സസ്. ഇതൊരു ഐഡിയൽ പ്രോസസ്സാണ്. നമ്മൾ ഈ പ്രോസസ്സിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആൻഡ് ദിസ് ഗിവ്സ് യു ദ തിയറട്ടിക്കൽ ലിമിറ്റ് ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലിമിറ്റ്, തിയറട്ടിക്കൽ ലിമിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ മാക്സിമം വർക്ക് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിലായിരിക്കും മാക്സിമം വർക്ക് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ പ്രോസസ് വിച്ച് കൺസ്യൂംസ് മിനിമം വർക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയറട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ